കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ പരിശുദ്ധ പരമാധികാരണീശയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരണീശയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണീശയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഒരുപാട് മക്കള് കൊറോണ ഭീഷണിയില് കൊറോണ രോഗത്താൽ വലയുന്ന ഈശോയെ എല്ലാവരെയും ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായി ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിൽ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാ ധ്യാനഗുരുക്കന്മാർക്കും അഭിഷിക്തർക്കും പ്രേക്ഷിതർക്കും ലോകം മുഴുവനുള്ളവർക്കും ഈശോയെ നിന്റെ പ്രത്യേകമായ സംരക്ഷണം പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആദിയും നീ, അന്തവും നീ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീ, സത്യവും
ഒരുമിച്ച് ഒന്ന് ചേർന്ന് ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ സ്വരമുയർത്തി ഒന്ന് ചേർന്ന് പാടാം ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ തോബിത്ത് 1:12 കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഏറ്റു പറഞ്ഞേ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ, ദൈവ പൈതലാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആണോ അല്ലയോ എന്ന്. ഉടമ്പടി എടുത്ത എല്ലാവരും ശരിക്കും ദൈവത്തോട് അബൈഡിങ് ആണ് അല്ലേ? ഓരോ കാര്യങ്ങൾക്കും കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യുക, ചെയ്യാതിരിക്കുക, അതെങ്ങനെ ദൈവമഹത്വത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം. എൻ്റെ മനസ്സ് മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഏറ്റു പറഞ്ഞേ, കർത്താവേ ഓരോ ദിവസവും ഉടമ്പടി ധ്യാനത്തിലെ പങ്കെടുത്തിട്ടുള്ള ഞങ്ങളുടെ മനസ്സ് ഓരോ നിമിഷവും അങ്ങേക്കുറിച്ചുള്ള ഓർമ്മയാൽ നിറഞ്ഞു നിൽക്കുവാൻ ഇടയാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. വലിയ സ്നേഹത്തിന്റെ ഓർമ്മ എന്നും ഞങ്ങളിൽ നിലനിർത്തണമേ. ഹല്ലേലൂയ. എന്നെ മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തോബിയാസിനെ കുറിച്ച് ഏറെ ഒരു ഐഡിയ കിട്ടില്ലേ നിങ്ങൾക്ക്? ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും ഹൃദയസ്പന്ദനങ്ങളിലും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടു നടക്കുന്നവരാണ്. അതാണ് ദൈവ പൈതൽ എന്ന് പറയുന്നത്. ബൈബിളിലെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് ഈ തോബിയാസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും ക്ലീനായിട്ടാണ് ജീവിക്കണത് അല്ലേ? ഇത്രയും ക്ലീനായിട്ട് ജീവിക്കുന്ന മനുഷ്യന് വിശുദ്ധിക്ക് വല്ല കുറവുണ്ടോ? വിശുദ്ധിക്ക് വല്ല കുറവുണ്ടോ? പുണ്യത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവില്ല. പുണ്യത്തിൻ്റെ കാര്യം പറയാതിരിക്കുകയാണല്ലേ. കാര്യം ഒരു ദിവസം പെന്തക്കോസ്താ ദിവസം വന്നു. 7 ആഴ്ച കഴിഞ്ഞ് വരുന്ന ദിവസമാണ് പെന്തക്കോസ്ത, 50-ാം തിരുനാൾ. 50-ാം തിരുനാൾ വന്ന ദിവസം ഈ മനുഷ്യൻ നല്ല ആഹാരങ്ങൾ ആ വീട്ടിൽ പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. കാര്യം ആ തിരുനാളിൻ്റെ മഹോത്സവത്തിൽ പെട്ടെന്നാണ് ആ ഭക്ഷണം ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ഒരു മോശം വാർത്തയുമായിട്ട് സ്വന്തം മകൻ വരും, കൊച്ചു തോബിയാസ് വരും. കൊച്ചു തോബിയാസിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, നീ പട്ടണത്തിൽ പോയിട്ട് പാവപ്പെട്ടവരെ കണ്ടിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വാ, അവർ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അത്രയും നല്ലൊരു മനുഷ്യനാണ്. കാര്യം കാരുണ്യ പ്രവർത്തികൾ 14 അതെല്ലാം പാലിക്കുന്നയാളാണ്.
തോബിയാസിനോട് വന്ന് കൊച്ചു തോബിയാസ്, മകൻ തോബിയാസ് പറഞ്ഞു, പട്ടണക്കാരും കണ്ടില്ല, പക്ഷേ ഒരു മൃതശരീരം നിരത്തിൽ കിടക്കണ കണ്ടെന്ന് പറഞ്ഞു. മൃതശരീരം. അപ്പോൾ സെന്നാച്ചെറീബ് അവർ കൊന്നു കളഞ്ഞതാണ്. കാര്യം ജൂദയിൽ നിന്ന് രക്ഷപ്പെടുന്നവരെല്ലാം കൊല്ലണ ഒരു കാലമായിരുന്നത്. അപ്പം അടക്കുന്നവനും ക്രിമിനൽ കുറ്റത്തിൽ ജയിലിലായി പോകും, അല്ലെ നാട് കടത്തും. പക്ഷേ ഇത് ഒരു മൃതശരീരം കിടക്കണമെന്ന് കണ്ടപ്പോൾ തന്നെ ഈ മനുഷ്യൻ പിന്നെ ഭക്ഷണം കഴിച്ചില്ല. അവിടുന്ന് എഴുന്നേറ്റ് പോയപ്പോഴെന്താണ്, സാബത്ത് ദിവസമാണ്, അടക്കണമെങ്കിൽ സൂര്യൻ അസ്തമിക്കണം. മൃതശരീരം ഒളിപ്പിച്ചു വെച്ചും ആ മനുഷ്യൻ അവിടെ ഇരുന്നു. സാബത്ത് കഴിഞ്ഞിട്ട് പോയി അത് അടക്കിയിട്ട് തിരിച്ചു വന്ന് ഒരു മതിലെ ചാരി ഇരിക്കുകയാണ്. മതിലെ ചാരി കാര്യം തളർച്ച കൊണ്ടേ, വീട്ടിൽ കയറാൻ പറ്റാതെ തളർച്ച കൊണ്ട്, നമുക്കറിയാമല്ല, പട്ടിണി നിന്നിട്ടാണ് ഈ മൃതശരീരം സംസ്കരിക്കാൻ പോയത്. 6-7 മണിയാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ തളർന്നു പോയി ഉറങ്ങിപ്പോയി. ഒരു മതിലിൻ്റെ ചാരി ഉറങ്ങിപ്പോയപ്പോൾ അവിടെ ആ മതിലെ ഇരുന്ന കുരുവി കാട്ടുചെതി ഈ മനുഷ്യൻ്റെ കണ്ണിന് വീണ് കണ്ണിൻ്റെ കാഴ്ച പോയി. ഇപ്പോൾ എന്നാ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അച്ഛൻ ഇത് പറയണമെന്നറിയാവോ? അതായത് പലരും വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കണില്ല, അല്ലേ? ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും ലോക്ക്ഡൗൺ ആയതുകൊണ്ടും കൃത്യമായിട്ട് കുർബാന പങ്കെടുക്കുന്നുണ്ട്, ഓൺലൈനിലാണെങ്കിലും പങ്കെടുക്കുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴും പലരുടെയും മനസ്സിലുള്ള എന്താണെന്നറിയാവോ? കർത്താവേ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, എനിക്ക് പണിയുണ്ടാക്കരുത് നീ. അതാണ് പലരും എന്നോട് സങ്കടത്തെ ചോദിച്ചിട്ടുണ്ട്. അച്ഛാ, ഞാൻ കുഞ്ഞുനാൾ മുതൽ ഓൾട്ടർ പോയാണ്, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എല്ലാവരും ദൈവത്തെ തള്ളിപ്പറയുമ്പോഴും ഞാൻ ദൈവത്തെ ഓൺ ചെയ്ത കുടുംബത്തിൽ ഒരുപക്ഷെ ഞാൻ മാത്രമാണ് പള്ളിയുമായിട്ട് ബന്ധമുള്ള. ബാക്കി ആർക്കും പള്ളിയോട് ദൈവികമായ കാര്യങ്ങളോട് അവർ റെഗുലർ അല്ല. ഒത്തില്ലെങ്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. അവരൊക്കെ വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. അവർക്ക് സന്തോഷമാണ്, അവർക്ക് ജീവിതം തന്നെ രസകരമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഞാൻ ഇത്രയും ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വിഷമതകളും, എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിൽ തന്നെ ഒരിക്കലും ഒരു സമാധാനമായിട്ട് എന്നോട് പെരുമാറണില്ല. മക്കൾ ചിലപ്പോൾ എന്നോട് അതുപോലെ ഞാൻ കൊടുക്കുന്ന അതേ സ്നേഹം എനിക്ക് തിരിച്ചു തരണില്ല. സാമ്പത്തിക മേഖലയൊക്കെ ഒത്തിരി തകർച്ച ഉണ്ട്. ഇതെന്താണ് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കണത്? ഇതൊന്നും ഇല്ലാത്തവർക്കൊരു പ്രശ്നവും ഇല്ലല്ല. അപ്പോഴും ഞാൻ എൻ്റെ ചേട്ടന്മാരോട് അന്യന്മാരോടൊക്കെ എൻ്റെ ഈ ഭക്തിയും പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ പറയടാ, നീ എൻ്റെ പ്രാർത്ഥനയൊക്കെ ഒന്ന് നിർത്ത്, ഒന്ന് കുറക്ക്. അപ്പം ഞങ്ങളെപ്പോലെ മര്യാദക്ക് ജീവിക്കാൻ നോക്ക് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ ഈ അധികം ദൈവത്തെ നമ്മുടെ അധികം അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതൊക്കെ ആർക്കറിയാൻ പാടില്ലാത്തത്. ഞങ്ങളെ കണ്ടില്ലേ, ദൈവത്തിന് ഒരു പരിധി വരെ പുറത്തേ നിർത്തത്തുള്ളൂ. ഒത്തിരി അടുപ്പവും ഇല്ല, ഒത്തിരി അകുലവും ഇല്ല. അങ്ങനെ ഒരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്താൽ മതി എന്നാണ് ചേട്ടന്മാർ എന്നെ ഉപദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് ഞാനും ചാകും, കുറച്ച് കഴിയുമ്പോൾ അവരും ചാകും. അപ്പോൾ എനിക്കും കിട്ടും, അവർക്കും കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തരണത് കിട്ടും. അപ്പോൾ അതിനകത്ത് എന്താ ഏറ്റക്കുറച്ചൽ എന്താണ്? അങ്ങനെ പിന്നെ ജീവിതത്തിൽ എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യണത്? എനിക്കാണല്ല കൂടുതൽ ബുദ്ധിമുട്ട്. ഈ ചോദ്യം അങ്ങനെ നമുക്ക് എല്ലാവരും തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ട ആൾ തോബിയാസാണ്. നോക്കി അയാളുടെ ലൈഫ് കണ്ട. ഇപ്പം എന്നാ പറ്റി? ഒരു സൽപ്രവൃത്തി, മൃതദേഹം സംസ്കരിക്കാൻ പോകുന്നതിൻ്റെ വകുപ്പിൽ പട്ടിണി നിന്ന് മൃതദേഹം സംസ്കരിക്കാൻ പോയതിൻ്റെ വകുപ്പിലാണ് ഈ മനുഷ്യൻ്റെ കണ്ണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കും, ഈ കുരുവി അവിടെ ഇരിക്കണത് ദൈവത്തിന് അറിയാൻ പാടില്ലേ? ഇയാളെ നീതിമാനാണെന്ന് ദൈവത്തിന് അറിയാൻ പാടില്ലേ? ഈ നീതിമാനെ സംരക്ഷിക്കാൻ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന് ഇയാളെ സംരക്ഷിക്കാൻ പാടില്ലേ? അത് ഇനി കണ്ണിന് വീടാൻ തന്നെ കണ്ണ് പോകേണ്ട കാര്യമുണ്ടോ? അവിടെ ദൈവത്തിന് സംരക്ഷിക്കാൻ പാടില്ലേ? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ. ഇപ്പം നമ്മൾ തോബിയാസിൻ്റെ പുസ്തകം 2:14 2:9 ഈ വിഷയം ഉള്ളത്. 2:9 2:14 ഈ
ഈ വിഷയം കൈകാര്യം ചെയ്യണത്. കുരുവി വന്നിരിക്കണത്, ഈ മനുഷ്യൻ്റെ കണ്ണ് പോണതും ഒക്കെ. അപ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ന്യായമായി ചോദിക്കാൻ ഒത്തിരി ചോദ്യങ്ങൾ തോബിയാസിനുണ്ട്. കാര്യം കുടുംബക്കാർ മൊത്തത്തോടു കൂടി ആ വംശം തന്നെ, നഫ്താലി വംശം തന്നെ കർത്താവിനെ വിട്ടുപോയി ബാലിനെ ബലിയർപ്പിച്ച കർഷികളാണ്. അവിടെ ഒറ്റയ്ക്ക് പിടിച്ചു നിന്ന ആളാണ്. ഇനി സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും നിഷിദ്ധമായ കൽപ്പനക്കെതിരായിട്ടുള്ള ഭക്ഷണം വിളമ്പിയപ്പോൾ അത് കഴിച്ചവരാണ്. അപ്പോഴും തോബിയാസ് പറയും, എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണ കാരണം ഞാൻ പട്ടിണി നിന്നെന്ന് പറയും. ഈ മനുഷ്യന് പട്ടിണിയേ ഉള്ളൂ. ഇനി പെന്തക്കോസ്ത ദിവസം നല്ല ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴും കഴിക്കാൻ ആ ഭക്ഷണത്തെ തൊട്ടില്ലെന്ന് പറയത്തില്ല. അപ്പം തന്നെ വീണ്ടും മൃതശരീരത്തിൻ്റെ വാർത്ത വന്നു, പിന്നെയും പട്ടിണിയായിപ്പോയി. ഇപ്പം ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് വെച്ച് ഒത്തിരി ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യനാണ്. ചോദിക്കാച്ചാ ചുണ്ടിനും കപ്പിനുമായിരുന്നു എനിക്ക് ആ ജോലി കിട്ടേണ്ടതായിരുന്നു. ഇങ്ങനെ ചോദിക്കാനാണെങ്കിൽ ജീവിതം മുഴുവൻ നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങളേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾ എന്ന് നിനക്ക് അവസാനിക്കുന്നു അന്ന് മാത്രമേ നീ വിശ്വാസിയാകത്തുള്ളൂ. പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നിയമപ്രകാരം ജീവിതത്തിൻ്റെ മിളച്ചതകൾ, ജഡിക മിളച്ചതകൾ ഒഴിവാക്കിയാൽ നീ വിശുദ്ധിയുള്ള വ്യക്തിയായി മാറും. അതിന് കാരണം ബൈബിൾ പറയണത് ദൈവം വിശുദ്ധരാണ്, അത് കാരണം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. പക്ഷെ ആ വിശുദ്ധിയുടെ കൺസെപ്റ്റ് എന്താണ്? അപ്പോഴേ അക്കാലങ്ങളിലുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവന് നിരന്തരമായിട്ട് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങൾ, ശരീരത്തിൻ്റെ ഋതുമതിയായ സ്ത്രീ പോലും അവിശുദ്ധമായിട്ട് കണ്ടിരുന്ന ഒരു കാലമുണ്ട്. അന്നത്തെ കാലത്തിൻ്റെ കൺസെപ്റ്റാണത്. അതെല്ലാം അവിശുദ്ധിയുടെ പട്ടികയിൽ പെടുത്തി വച്ചിരിക്കുക. കാലം അതായിരുന്നു. മനുഷ്യൻ ദൈവത്തിൽ അറിവിൽ വളരുന്നതനുസരിച്ച് കൊണ്ട് വിശുദ്ധിയുടെ കൺസെപ്റ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ നിയമം എന്നൊക്കെ പറയുമ്പോൾ ഹെബ്രായർ 12 നമ്മൾ വായിക്കുന്നതാണ്. എന്താണ്? വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന്, ഹെബ്രായർ 12:15 വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ. അപ്പോഴെന്താണ് അവിടെ ബാഹ്യമായ അവിശുദ്ധമായിട്ടുള്ള ക്ലീൻനെസ്സിൻ്റെ കാര്യങ്ങളെക്കാൾ ഉപരി നേരെ ആന്തരികമായി മാറി. ഒരു വ്യക്തിയോട് നമുക്ക് വിദ്വേഷമുണ്ടെങ്കിൽ നമ്മൾ അശുദ്ധരായി മാറി. വിദ്വേഷത്തിൻ്റെ വേരിനുള്ള പ്രശ്നം അത് പൗലോസ് പറയണ പോലെ സൂര്യൻ അസ്തമിക്കണ മുമ്പ് പറഞ്ഞു തീർത്തില്ലെങ്കിൽ ആ വേര് വളരാൻ തുടങ്ങും. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ. വിദ്വേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ് പറയും, സൂര്യൻ അസ്തമിക്കണ മുമ്പ് നീ ആ വിഷയം പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ എന്താ പറ്റും, രാത്രി വരും. സന്ധ്യ അസ്തമയം കഴിഞ്ഞാൽ പിന്നെ രാത്രിയല്ലേ, രാത്രിയിലാണ് ഈ വിദ്വേഷമൊക്കെ വളരണത്. ജീവിതം ഇരുട്ടായി കഴിഞ്ഞാലേ എല്ലാ പാപത്തിൻ്റെ വേരുകളും വളരണത് ജീവിതം ഇരുട്ടിലാകുമ്പോഴാണ്. ദൈവമാകുന്ന വെളിച്ചം, വിശ്വാസമാകുന്ന വെളിച്ചം കെട്ടുപോണ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ പാപം ഇങ്ങനെ വളരാൻ തുടങ്ങും. അതുകൊണ്ട് പറയും, കർത്താവ് എപ്പോഴും പറയും, പകലായിരിക്കുവോളൂ ഞാൻ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും വേല ചെയ്യാനാവാത്ത രാത്രികാലം അടുത്ത് വരികയാണല്ലോ. അപ്പം രാത്രിയെയും അസ്തമയത്തിന് ശേഷമുള്ള സമയങ്ങളെയും ബൈബിള് കാണുന്നതിൻ്റെ ഉദ്ദേശിക്കുന്നത് വിശ്വാസം, ദൈവസ്നേഹമുള്ള ഒരു കാലമാണ് നമ്മളുടെ പകലെന്ന് പറയണത്. ദൈവസ്നേഹമായത് കാരണം നമ്മൾക്ക് ഇപ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും എൻ്റെ മുമ്പിൽ വിശുദ്ധരാകാൻ പറയും. അത് തന്നെ, ആ തിയറി തന്നെയാണ് പറയുന്നത്. നമ്മൾ യോഹന്നാൻ 1:8 വായിക്കണതും അല്ലെ 4:8 വായിക്കണതും. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു, അതുകൊണ്ട് എന്താ പറ്റും, നിങ്ങൾ സ്നേഹമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റും,
നിങ്ങളെ വിദ്വേഷമായിട്ടില്ലായിരിക്കണമെങ്കിൽ അശുദ്ധരായിത്തീരും. ഇപ്പം വിദ്വേഷം അശുദ്ധമാകണത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹമായതുകൊണ്ടാണ്. നമ്മുടെ വിദ്വേഷം അശുദ്ധമാകണത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹമായതുകൊണ്ടാണ്. ഇപ്പം സ്നേഹത്തിൽ വസിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൽ വസിക്കാൻ പറ്റത്തുള്ളെന്ന് യോഹന്നാൻ പറയണത് അതാണ്. ഇപ്പം 4:8 താഴെ 1 യോഹന്നാൻ 4:8 താഴെയുണ്ട്. അതായത് ദൈവത്തിൽ വസിക്കണമെങ്കിൽ സ്നേഹത്തിൽ വസിച്ചാൽ മാത്രമേ ദൈവത്തിൽ വസിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ദൈവം സ്നേഹമാകുന്നു എന്ന് പറയും. അപ്പം നമ്മുടെ വിദ്വേഷം എന്തുകൊണ്ടാണ് പാപമാകണത്? ദൈവം സ്നേഹമായതുകൊണ്ടാണ്. അപ്പോൾ അത് പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റുമായിട്ട് യോജിച്ച് പോണതാണത്. കാര്യം എന്താണ്? നിങ്ങൾ വിശുദ്ധരായിരിക്കണം. കാര്യം നിൻ്റെ കർത്താവായ ദൈവം ഞാൻ വിശുദ്ധനായിരിക്കുന്നു, വിശുദ്ധിയുള്ളവനായിരിക്കുന്നു. അപ്പം ദൈവത്തിനോട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ അവിശുദ്ധ നിയമങ്ങളെ ബൈബിള് വെളിപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവത്തെ മാത്രം പരാമർശിക്കുന്ന സുവിശേഷ ചൈതന്യത്താൽ എന്നെ ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ വിശുദ്ധിയെ അങ്ങ് പരിപോഷിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലൻ ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാലൻ ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലും ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അത് വിശ്വാസപ്രമാണം ചെല്ലണം, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലിയാൽ മതി. രോഗമുള്ളിടത്ത് കർത്താവ് ഇപ്പം നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഉള്ളം കാലം മുതലേ ഉച്ചവരെ കഴുകണമേ. കർത്താവേ, കർത്താവേ, ശ്വാസകോശ രോഗികള്, രോഗികള്, അൾസർ രോഗികള്, ജീവിതത്തിന്റെ വ്യത്യസ്തമായ ജീവിത മണ്ഡലങ്ങളിലെ പലതരത്തിലുള്ള പാർപ്പിടത്തിന്റെ അസൗകര്യമുള്ളവര്, വഴിയില്ലാത്തവര്, വീടില്ലാത്തവര്, സാമ്പത്തിക കടക്കണിയില് അകപ്പെട്ടു പോയവര്, ജോലി ഇല്ലാത്തവര്, ജോലിക്ക് ശ്രമിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, വിദ്യാഭ്യാസ മേഖലകളിലെ പ്രയാസപ്പെടുന്ന മക്കളെ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളിലും തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. എല്ലാ ജീവിത ദുരിതങ്ങളും ഉടമ്പടി നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.